നമസ്കാരം, എല്ലാവർക്കും രശ്മി സരി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് എങ്ങനെയാണ് നല്ലൊരു കപ്പലണ്ടി മിഠായി അല്ലെങ്കിൽ കടലമിഠായി തയ്യാറാക്കാമെന്ന് നോക്കാം. കടലമിഠായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നിലക്കടലയാണ്, അഥവാ കപ്പലണ്ടി. ഇതിപ്പോൾ 240 ml കപ്പിൽ 2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്, 300 ഗ്രാം. അതിൻ്റെ കൂടെ തന്നെ 2 കൈപ്പിടി കടല കൂടുതലിടുന്നുണ്ട്. ഈ കടല വറുത്തിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം 2 കപ്പ് കടല എടുത്തിട്ടാണ് കടലമിഠായി ഉണ്ടാക്കുന്നത്. നിലക്കടല നമുക്ക് 2 തരത്തിൽ വാങ്ങാൻ കിട്ടും. കുറച്ച് വലിപ്പം കുറഞ്ഞിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും കിട്ടും, അതേപോലെ കുറച്ചും കൂടെ വലിപ്പത്തിൽ ഡാർക്ക് ഷെയ്ഡിലും കിട്ടും. ഇതിൽ ചെറിയ നിലക്കടലയാണ് നമുക്ക് എപ്പോഴും കടലമിഠായി ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഇനി ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലൊരു 6-7 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. കടലയൊന്ന് പൊട്ടാനും തുടങ്ങും, അതുപോലെ കടലേൻ്റെ നല്ല മണവും വരും. പിന്നെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുത്താൽ മതി. ഇത്രയും സമയം വറുത്താൽ തന്നെ നമുക്ക് കടലമിഠായിക്കുള്ള കടല റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ കടിച്ചു നോക്കുമ്പോൾ കടല ആയും തോന്നില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും. ഇത് തണുക്കാനായിട്ട് വേറെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി വറുത്ത കടലയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിലും മിഠായി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കടലയൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് കൂട്ടി അമർത്തിയിട്ട് ഇതുപോലെ ഒന്ന് തോല് കളഞ്ഞെടുക്കാം. കുറച്ചും കൂടി ഒന്ന് ബലം കൊടുത്തിട്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കടലയൊന്ന് പൊളിഞ്ഞിട്ട് രണ്ടായിട്ട് നമുക്ക് കിട്ടും, ഒന്ന് നമുക്ക് സ്പ്ലിറ്റായിട്ട് കിട്ടും. ഇനി ഇതൊരു മുറത്തിലിട്ടിട്ട് പാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ തോല് മുഴുവൻ മാറ്റിയിട്ട് കടല മാത്രമായിട്ട് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം 2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് കേട്ടോ. മൊത്തം 300 ഗ്രാം കടലയാണ് കടലമിഠായി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ശർക്കരയാണ്. നമ്മൾ എത്രയാണോ കടല എടുത്തിരുന്നത് അതിൻ്റെ നേർ പകുതിയാണ് ശർക്കര വേണ്ടത്. നമ്മൾ 2 കപ്പ് കടലയായിരുന്നല്ലോ എടുത്തത്, അതുകൊണ്ട് ഇവിടെ 1 കപ്പ് ചീകിയ ശർക്കരയാണ് എടുക്കുന്നത്. ഇതൊരു 200 ഗ്രാം ഉണ്ടാകും. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി. ഇനി ശർക്കരയൊക്കെ വെള്ളത്തിൽ അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലെ കരടൊക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പേ കൂടെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ശർക്കര അരിച്ചൊഴിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ കടല ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ കടല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഹൈറ്റുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ശർക്കരപ്പാനീൻ്റെ പാകം പെട്ടെന്ന് തന്നെ മാറി മാറി വരും. അപ്പോൾ കടല ഇടാനായിട്ടുള്ള പാകം ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് 1-2 തുള്ളി ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുക. ഇപ്പോൾ ഇത് വെള്ളത്തിലേക്ക് അലിഞ്ഞു പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇടാനുള്ള പാകമായിട്ടില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു 2 തുള്ളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഇത് കയ്യിലെടുത്തിട്ട് ഉരുട്ടി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ബോളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. കൈ കൊണ്ട് അമർത്തുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ചതുങ്ങി കളിക്കും. അപ്പോഴും നമുക്ക് കടലിടാനായിട്ടുള്ള പാകമായിട്ടില്ല. വീണ്ടും ഇത് ഇളക്കിയിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ 1-2 തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിലേക്ക്. എന്നിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഇതേപോലെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടുമ്പോൾ നല്ല ഹാർഡായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം. വെള്ളം കളഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് നോക്കുമ്പോൾ ഇതേപോലെ ഒരു സൗണ്ടും കേൾക്കണം. അതാണ് ശർക്കരപ്പാനീൻ്റെ പാകം എന്ന് പറയുന്നത്. അതുപോലെ വായിലിട്ടിട്ട് കടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും വേണം. കൈകൊണ്ട് അമർത്തി പൊട്ടിക്കുമ്പോൾ പൊട്ടിപ്പോകും വേണം. അത്രയും പാകമാകുമ്പോൾ മാത്രമേ കടലയിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിന് മുമ്പുള്ള ഏത് സ്റ്റേജിൽ നമ്മൾ കടലയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കടലമിഠായി കഴിക്കുന്ന സമയത്ത് വായിലിട്ട വായിൽ ഒട്ടിപ്പിടിക്കും, ചതുങ്ങി കളിക്കുകയുള്ളൂ, ഞെങ്ങി കളിക്കും. ഈ ഒരു പാകത്തിൽ കടലയിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കടലമിഠായി കിട്ടുള്ളൂ. ശർക്കര കയ്യിലെടുത്തിട്ട് പൊട്ടിച്ചിട്ട് പൊട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു 30 സെക്കൻഡും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കുന്നത്. കടലേൻ്റെ എല്ലാ ഭാഗത്തേക്കും ശർക്കരപ്പാനി ആവുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരേൻ്റെ പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണം. കടല വേഗം തന്നെ ഇട്ട് കൊടുത്തിട്ട് വേഗം തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഇത് ഇടാനുള്ള ബോർഡൊന്ന് തയ്യാറാക്കി വെക്കണം. കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. ഇനി അതില്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ പുറകിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു കട്ടിംഗ് ബോർഡിന് മുകളിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കടലമിഠായി സെറ്റ് ചെയ്തതിന് ശേഷം ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓയിൽ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ.
ബട്ടർ പേപ്പർ ആണെങ്കിലും എളുപ്പത്തിൽ തന്നെ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ടാകും. ഇനി നമുക്ക് കടല ചൂടോടുകൂടി തന്നെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതേപോലെ വെക്കുകയാണെങ്കിൽ ശർക്കര പാനി അടിയിലേക്ക് തന്നെ ഊർന്നു പോകും, കടല മുകളിലായിട്ട് കിടക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ചപ്പാത്തി റോളറുണ്ടോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷറുണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെയോ ഗ്ലാസിൻ്റെയോ ബാക്ക് വശം കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തുന്നതിന് മുൻപായിട്ട് ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ അടിഭാഗത്ത് നെയ്യ് പുരട്ടണം. റോളറാണെങ്കിൽ ഇതേപോലെ നെയ്യ് പുരട്ടിയതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടല ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇതൊന്ന് ചതുരത്തിൽ മുറിക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് കത്തിയും കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഇതൊന്ന് ചൂട് പോകുമ്പോൾ പൊട്ടിച്ചെടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുക. തിരിച്ചു പിടിച്ചിട്ട് കുറുകനെ ഒന്നും കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഫുള്ളായിട്ട് മുറിച്ച് വെക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. മുഴുവനായിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തണുത്തതിന് ശേഷം വേണമെങ്കിലും ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ചൂട് പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതായിരിക്കും എളുപ്പം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. പെട്ടെന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി അതല്ല സാധാരണ പോലെ തണുത്ത് കിട്ടിയാൽ മതിയെങ്കിൽ 1.5-2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് തണുത്ത് കിട്ടും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഫോയിൽ പേപ്പറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ കടലമുട്ടായി ഉണ്ടാക്കുന്ന സമയത്ത് 2 നുള്ള ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറിലുള്ള കടലമുട്ടായി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് കത്തി കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കടലമിഠായി നമുക്ക് ഇതേപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശർക്കരപ്പാനിൻ്റെ പാകമാണ്. പാകം നോക്കിയിട്ട് കടല ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തന്നെ ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് എന്തിലേക്കെങ്കിലും വേഗം തന്നെ പരത്തി വെക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. നമ്മൾ കുറച്ച് നെയ്യ് തടവിയതുകൊണ്ട് നെയ്യിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്കൊരു 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലിട്ടിട്ട് അടച്ച് സൂക്ഷിക്കാം. ഇത് ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. ഇവിടെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.